നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ലളിത സുനന്ദയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു പെറുക്കി വെക്കോണം. അപ്പോഴേക്കും സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ ലളിത ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ ഒരുങ്ങി കെട്ടി പോണേന്ന് ചോദിച്ചു. ഞാൻ സുഭാഷേന്റെ അടുത്തേക്കാന്ന് പറഞ്ഞു. ലളിത ഒരു നിമിഷം ഞെട്ടി എഴുന്നേറ്റു. ലളിത മാത്രമല്ല, തനയനും ഗംഗാധരനും ഒക്കെ. അവിടേക്ക് എന്തിനാടി പോകുന്നേന്ന് ചോദിച്ചു. അതെ, വിരുന്നിന് വിളിച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാന്ന് പറഞ്ഞു. ഒട്ടും സഹിച്ചില്ല. ഒരിടത്തേക്ക് നീ പോവണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതൊക്കെ പറയാനാ അമ്മയ്ക്ക് എന്താ അവകാശം? അശ്വിനോട് ചോദിച്ചിട്ടാ. അശ്വിനും എന്നോടൊപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ലളിതയുടെ സമനില തെറ്റി. എടി, നീ നിന്റെ ജീവിതം തല്ലിക്കെടുത്തുവോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷേങ്കിലേ എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതിയാവുള്ളൂ. അവിടെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, മോളെ നീ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആ ഭാസ്കറിന്റെ സ്വഭാവമൊക്കെ. കാര്യം പറഞ്ഞാൽ എന്റെ അനുജനായിരിക്കും, പക്ഷേങ്കിൽ അവൻ മഹാ കുതറയാന്ന് പറഞ്ഞു. അവന്റെ സ്വഭാവം ശരിയല്ല. അവൻ എന്തേലുമൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയും. നിന്റെ ജീവിതം തന്നെ ഇല്ലാതാവൂന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ പറയാം അമ്മാവ. ഇനി എന്താണെങ്കിലും അമ്മാവൻ ഇതിനെക്കുറിച്ച് പറയണ്ട. ഞാൻ പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് അശ്വിൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അശ്വിൻ വന്നിട്ട് ചോദിച്ചു, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം സുനന്ദ പറഞ്ഞു, ഒന്നുമില്ല, പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും അശ്വിനൊരു കോള് വന്നു. അശ്വിന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞും കൂടെ ഇറങ്ങിപ്പോയി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ കൂട്ടിക്കൊണ്ട് പോവാന്നുള്ള നിന്റെ വ്യാമോഹം അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് സുനന്ദ പറഞ്ഞു, എന്തിന്? എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും. എന്താണെന്നറിയാവോ? ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. ഞാൻ സുഭാഷേനും ഇഷ്ടത്തിലായിരുന്നെന്നും കല്യാണത്തലേന്ന് ഞാൻ ആ വീട്ടിലേക്ക് പോയായിരുന്നെന്നും. എങ്ങനെയുണ്ട്? അത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. എടി, നിനക്കിത് എന്താ അത്? നീ ഇത് ആരോടെ എന്തൊക്കെയാ പറയണമെന്നറിയാവോ എന്ന് ലളിത ചോദിച്ചു. വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയണേ. അങ്ങനെയൊക്കെ പറയാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പോക്കിനൊരു തടസ്സവും പറഞ്ഞേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. അപ്പോഴേക്കും അശ്വിനും അങ്ങോട്ട് വന്നു. നമുക്ക് പോയാലോന്ന് ചോദിച്ചു. പോകാന്ന് പറഞ്ഞു. അല്ല, അങ്കിളും ആന്റിയും ഒന്നും വരുന്നില്ലേന്ന് ചോദിച്ചു. ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? ഞങ്ങൾ അവരുമായിട്ട് അത്ര ചേർച്ചയിലല്ലെന്ന് പറഞ്ഞു. അതെന്തു പറ്റി? അത് കുറച്ച് സ്വത്ത് തർക്കവും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയുണ്ടോ? എനിക്കും കുറച്ച് ബന്ധുക്കാരുണ്ട്. സ്വത്തിന്റെ പേരില് വഴക്കും പ്രശ്നങ്ങളൊക്കെയാ. പക്ഷെ ഞങ്ങൾ കസിൻസ് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര ജോളിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലളിത ധനേനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് അശ്വിൻ പറഞ്ഞു, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ശരി, ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ലളിതയ്ക്ക് സമനില തെറ്റി. പക്ഷെ എന്റെ ഭഗവാനെ, ഇവളിത് എന്തു ഭാവിച്ചത്? മിക്കവാറും അവൾക്ക് കിട്ടിയ നല്ലൊരു ജീവിതം അവള് കുട്ടിച്ചാറാക്കും. ആ സുഭാഷിന്റെ പിന്നാലെ പോയി. അവൾക്ക് ഇത് എന്തിന്റെ കേടാന്നറിയത്തില്ല. ധനയം പറഞ്ഞു, എടി, ഇനി നമ്മുടെ മോള് വല്ല അഭിവേഗം കാണിക്കോ? എന്ത്? ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ എങ്ങാനും അവൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് തോന്നിയ പണി വാളും. പോരാത്തന്നെ ആ ഭാസ്കറിന്റെ നാവിന് എല്ലില്ല. അങ്ങനെ ചിലപ്പോ എന്തേലുമൊക്കെ വിളിച്ചു പറയും. ഗംഗാധരൻ പറഞ്ഞു, അതാ എനിക്കൊരു പേടി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ശേ, ഇങ്ങനെ ഒരു വൈതരണി പ്രതീക്ഷിച്ചല്ലോ. ലളിത പറഞ്ഞു, അവളൊന്ന് വന്നാലോ സമാധാനമാവുള്ളൂ. എത്രയും പെട്ടെന്ന് അവള് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ഭർത്താവിന്റെ വീട്ടിലേക്ക്. എങ്കിൽ സമാധാനത്തോടെ ഇരിക്കായിരുന്നു പറഞ്ഞു. അതേ സമയത്ത് സുഭാഷൊക്കെ ഇങ്ങനെ കാത്തിരിക്കുവാണ്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, സുഭാഷ് ഏട്ടാ, സുനന്ദ വരുമോന്ന് ചോദിച്ചു. വരൂടാ. അതോ ഇനി പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ? അങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് അടുക്കളപ്പുറത്തുനിന്ന് ഒരു വിളിയോച്ച കേട്ടെ, സുഭാഷ് ഏട്ടാന്ന്. അപ്പം ഫ്രണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. ഈ സമയം സുധീഷ് പറഞ്ഞു, അടുക്കളപ്പുറത്ത് നിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അശ്വിനും സുനന്ദയും കൂടെ അടുക്കളപ്പുറത്ത് നിൽക്കുന്നു. ഇതെന്താ നിങ്ങൾ ഈ വഴി വന്നേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ പെട്ടെന്ന് വരുന്ന വഴി അതിലൂടെ എങ്ങ് വന്നെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. ദേ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിരുന്ന് വരുന്നല്ലേ? അപ്പൊ എങ്ങനെയാണോ വരുന്നേ? ഫ്രണ്ട് വഴി കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് അവര് ഫ്രണ്ട് വഴി കൂടെ വരുവാണ്. അപ്പോഴേക്കും അശ്വിനോട് പറഞ്ഞു, സോറി കേട്ടോ അശ്വിൻ, ഞാൻ സ്ഥിരമായിട്ട് വരാനുള്ള ഇതില്ല, അതുകൊണ്ടാ പെട്ടെന്ന് അശ്വിനെ വിളിച്ചോണ്ട് ഈ വഴി വന്നേ. ഞാൻ ഒന്നും ഓർത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് വന്ന് മുറ്റത്ത് നിൽക്കുവാണ്. ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട് സിറ്റ് ഔട്ടില്. ഭാസ്കരൻ മൈൻഡ് ചെയ്യുന്നില്ല. നിധി പതുക്കെ ഭാസ്കരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുക. കാരണം വീട്ടിൽ മുതിർന്ന ആളാണല്ലോ, ഇതൊക്കെ ചെയ്യണ്ടേ. വിരുന്നിന് വിളിച്ചിരിക്കുവാണല്ലോ. ഭാസ്കരൻ പറഞ്ഞു, എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ അച്ഛാ, പ്ലീസ് അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം ഒരുപക്ഷെ അമ്മാവന് ദേഷ്യം കാണുമായിരിക്കും. താനും അശ്വിനും കൂടി ഇങ്ങോട്ടേക്ക് വന്നേ. സുനന്ദ പറഞ്ഞു, അമ്മാവ, ഇത് അശ്വിൻ എന്നാ പേര്, എന്റെ ഭർത്താവാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ ഒന്ന് ഉഷാറായി. ഭാസ്കരൻ പറഞ്ഞു, വാ,
രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി വരാനൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിളിക്കുവാണ്. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം സുനന്ദ സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെ എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് സുഭാഷേട്ടൻ, ഇത് സുഭാഷേട്ടൻ്റെ രണ്ടാമത്തെ അനുജൻ. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി. പിന്നീട് നിധിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ സുധീഷിന്റെ ഭാര്യ നിധിയാന്ന് പറഞ്ഞു. സുധീഷിന് സന്തോഷം. കാരണം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴേലും ആരുടെയെങ്കിലും നാവിൽ നിന്നോ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ പറ്റുള്ളൂ, തന്റെ ഭാര്യയാണ് നിധി എന്നുള്ളത്. അത് ആര് പറഞ്ഞാലും സുധീഷിന് സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് ഭാസ്കരൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ കസാരയൊക്കെ ഇട്ട് കൊടുത്തു. അവരങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല ഇനി നിങ്ങൾ എന്നാ തിരിച്ചു പോണേന്ന് ചോദിച്ചു. നാളെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അല്ല അങ്ങോട്ട് ദുബായിക്ക് പോകുന്ന എന്നാന്ന് ചോദിച്ചു നികേഷ്. ദുബായിക്ക് പോകുന്ന അധികം വൈകാതെ പോകും, അധികം ലീവൊന്നും ഇല്ല. അപ്പോഴേക്കും സുനന്ദയെ കൂടെ കൊണ്ടുപോകുന്ന ചോദിച്ചു. സുനന്ദയെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല, സുനന്ദയുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ശരിയാകണം, അതിനുശേഷം കൊണ്ടുപോകുന്നു പറഞ്ഞു. ഓ അപ്പൊ ഇനിയിപ്പം ദുബായിക്കാരിയായല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. അപ്പോഴേക്കും സുനന്ദ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് സുഭാഷ് സുനന്ദയെ നോക്കുകയാണ്. സുനന്ദയ്ക്ക് മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സുനന്ദയ്ക്ക്. പക്ഷെ എന്നാലും ഇവിടം വരെ വരാൻ കഴിഞ്ഞല്ലോ അശ്വിനും കൂട്ടി, ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് സുഭാഷ് പറഞ്ഞു, എനിക്ക് കഴിക്കാൻ എടുക്കട്ടെ, അത് ലേറ്റ് ആകണ്ട, എല്ലാം തണുത്തു പോകുന്നൊക്കെ പറഞ്ഞു. അതിനെന്താ എടുത്തോളാം സുനന്ദയും പറഞ്ഞു. അങ്ങനെ കഴിക്കാനൊക്കെ എടുത്തു വെച്ചു. ഈ സമയം അശ്വിൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ പിന്നീട് കഴിച്ചോളാന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ സുഭാഷ് ഒന്നും സമ്മതിച്ചില്ല, പിന്നെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൂടെ ഒരു ഇല അങ്ങ് ഇടാനായിട്ട് പറഞ്ഞു. അതെ വിരുന്ന് കൊടുക്കുന്ന സമയത്ത് മൂത്തവരൊക്കെ കൂടെ ഇരിക്കണ്ടേ, അതല്ലേ എൻ്റെ മര്യാദ, എനിക്കിവിടെ വിളമ്പാൻ പറഞ്ഞു. ആ സമയത്ത് ഹരീഷ് പതുക്കെ നികേഷിനോട് പറഞ്ഞു, ഈ അച്ഛൻ മിക്കവാറും എല്ലാം കുളവാക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങനെയാണെ മിക്കവാറും അശ്വിനും സുനന്ദയും പോകുന്ന വഴി കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി എന്തേലും വെടിവായത്തരം ഭാസ്കരൻ വിളിച്ച് പറയാമെന്ന് അവർക്കൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. സുഭാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. പക്ഷേ എങ്കിൽ ഭാസ്കരന്റെ കാര്യമില്ലേ, എപ്പോഴാ എന്താന്നും പറയാൻ പറ്റില്ല പ്രശ്നം ഉണ്ടാക്കുന്നേ. അങ്ങനെ ഭാസ്കരനും വിളമ്പി കൊടുത്തു. കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുനന്ദ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാണ്, പഴയ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ താൻ ഈ വീട്ടിലേക്ക് വരുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് സുഭാഷേണ്ണ ഉണ്ടാക്കുന്ന ആഹാരം, അത് നല്ല രുചിയുള്ള ആഹാരം, അത് കഴിക്കാനായിട്ട് താൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. പിന്നെ സുഭാഷേണ്ണ എനിക്കത് ഒരു ബോക്സിനകത്താക്കി തരുകയും ചെയ്യും, ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം സുഭാഷേണ്ണ ഉണ്ടാക്കുന്ന ആഹാരം, നല്ല രുചിയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, ശരിയാ നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം സുഭാഷേണ്ണൻ തന്നെയാണ് ഉണ്ടാക്കണേന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അതെ ഞാൻ തനിച്ചാ ഉണ്ടാക്കണേ, പിന്നെ കുഞ്ഞുനാളിന് മുതൽ ഞാൻ തനിച്ച് വെച്ച് ശീലിച്ചുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. അശ്വിൻ പറഞ്ഞു, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും വെച്ചുണ്ടാക്കി തന്നാൽ തിന്നൂന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അതിനല്ലേ ഇനിയിപ്പോ സുനന്ദയുള്ളതെന്ന് ചോദിച്ചു. സുനന്ദ പറഞ്ഞു, എനിക്ക് അമ്മാതിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം സുഭാഷ് അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. ആ സമയത്ത് ഭാസ്കരൻ ചോദിച്ചു, അല്ല എത്ര രൂപ സാലറി ഉണ്ട് അശ്വിനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അശ്വിൻ ഒരു നിമിഷം പതറി. ആ സമയം സുധീഷ് പറഞ്ഞു, അച്ഛൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നേ? ആണുങ്ങളുടെ സാലറി പെണ്ണുങ്ങളുടെ പ്രായം ചോദിക്കില്ല, അച്ഛൻ അറിഞ്ഞുകൂടെന്ന് ചോദിച്ചു. അല്ലടാ ഞാൻ അങ്ങനെയല്ല, വെറുതെ ചോദിച്ചാ. അല്ല സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. ഒന്നുമല്ലേലും എൻ്റെ പെങ്ങളുടെ മോളെയല്ല കല്യാണം കഴിച്ചിരിക്കുന്നേ. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, അതെ ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നേ. എൻ്റെ അച്ഛൻ പറഞ്ഞ വീട്ടില് അധികം വൈകാതെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്നുണ്ട്. ദുബായിൽ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. ഇനിയത്തെ വരവിന് എന്താണെങ്കിലും വീട് വെക്കണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു, അതെന്താളും നല്ല കാര്യമാണ്. അപ്പോഴേക്കും ചോദിച്ചു, അല്ല ഇതെന്താ സുഭാഷേന്റെ കല്യാണം ഇതായിട്ടും കഴിയാത്തേന്ന് ചോദിച്ചു. സുഭാഷ് പെട്ടുപോയി, എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, അല്ല അത് പിന്നെ ഹരീഷ് പറഞ്ഞു, സുഭാഷേടൻ കുറെ പെണ്ണ് കാണാൻ പോയതാ, ഒന്നും അങ്ങോട്ട് സെറ്റായില്ലെന്നേ, അതുകൊണ്ടാ. ഭാസ്കരൻ പറഞ്ഞു, അതെ അതെ, ഇവന് എത്ര പെണ്ണ് കണ്ടെന്ന് ഇവന് പോലും അറിയത്തില്ല. അവസാനം ഒരു പെൺകുട്ടി സെറ്റായിട്ട് വന്നാ അത് പോവുകയും ചെയ്തു. അപ്പോഴേക്കും സുനിതയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സുനിതയ്ക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് പിന്നെ സുനിത കൂടുതലായിട്ടൊന്നും പ്രകടിപ്പിക്കാനൊന്നും പോയില്ല. ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല വീട്ടിൽ ആരൊക്കെയുണ്ട് അശ്വിന്റെ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം സുനിത അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ നിങ്ങൾ ബന്ധുക്കാരായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭാസ്കരൻ പറഞ്ഞു, അതിനൊക്കെ അവൾക്ക് എവിടുന്ന സമയം, അവള് ഇങ്ങോട്ടേക്ക് വരുന്ന അതിനല്ലോ എന്ന് പറഞ്ഞു. അതിനല്ലെന്നോ,
പെട്ടെന്ന് എല്ലാവരും കൂടെ പരസ്പരം നോക്കണം. ഈ അച്ഛൻ കുളവാക്കും തോന്നേ. ഹരീഷ് പറഞ്ഞു മിക്കവാറും ഇന്നത്തോടു കൂടി സുനന്ദയുടെ ജീവിതം തീരുമെന്ന് തോന്നേ എന്ന് സുധീഷിനോട് പറഞ്ഞു. ആ സമയം നിധി ചാടിക്കറി പറഞ്ഞു, അത് പിന്നെ അശ്വിനെ, ഇവിടെ സുനന്ദ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നേ സുഭാഷേന്റെ കൈപ്പുണ്യം മനസ്സിലായല്ലോ. സുഭാഷേണ് നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കും, ആഹാരം ഉണ്ടാക്കും. അപ്പൊ അതുകൂട്ട് കുറച്ച് അടിച്ചു മാറ്റി കഴിക്കാൻ വേണ്ടി വരുന്നാന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, അതെ അതെ അതിനാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നീടാണ് പറഞ്ഞത്, എനിക്കൊരു അനുജനും ഒരു ചേട്ടനും ഉണ്ട്, പിന്നെ അച്ഛനും അമ്മേ, ഞങ്ങൾ ഇത്രയും പേരാ ഉള്ളേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സുനന്ദയോട് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിന്റെ അമ്മ സമ്മതിച്ചോ എന്ന് ചോദിച്ചു. അത് സമ്മതിക്കുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? സമ്മതിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ ബലമായിട്ട് ഇങ്ങോട്ട് പോന്നെന്ന് പറഞ്ഞു. അശ്വിൻ എന്നോട് പറഞ്ഞു കൊണ്ടുപോവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റാരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഭാസ്കരൻ പറഞ്ഞു, കാര്യം പറഞ്ഞാവില്ല, എന്റെ പെങ്ങളൊക്കെ തന്നെയാ, പക്ഷേ ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവളെ പോലും ഇങ്ങോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം അശ്വിൻ പറഞ്ഞു, അതൊക്കെ എന്നോട് സുനന്ദ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അശ്വിൻ പറഞ്ഞു, നല്ല രുചിയുള്ള ആഹാരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നും അല്ല, നല്ല രുചിയുള്ള ആഹാരം തന്നെയായിരുന്നു പറഞ്ഞു. സുനന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ സുഭാഷേന്റെ കൈപ്പുണ്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും നിധി സുധീഷിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, അല്ല അവരാദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. എന്ത് ഗിഫ്റ്റ്? എൻ്റെ കയ്യിലൊരു സാരി ഉണ്ട്, അത് ഇതുവരെയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പുതിയ സാരിയാ, അപ്പൊ ഞാനത് സുനന്ദയ്ക്ക് എടുത്ത് കൊടുത്താലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, ശരി എടുത്തു കൊടുത്തു. അല്ല സുധീഷിന്റെ കയ്യിൽ ഇനിയിപ്പോൾ ഇടാത്ത പുതിയ വല്ല ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്യും, അശ്വിനും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു വാച്ച് ഉണ്ട്, പുതിയ വാച്ചാ, ഞാൻ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വാച്ചെങ്കിൽ വാച്ച്, അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ എടുത്തോണ്ട് വന്നു. പിന്നീട് പറഞ്ഞു, അതെ ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റാന്നും പറഞ്ഞുകൊണ്ട് സുനന്ദയ്ക്ക് നിധി അത് കൊടുക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ട് അധികം ഒന്നും മേടിച്ചു വെക്കാനൊന്നും പറ്റിയില്ല, എന്നാലും എന്തെങ്കിലും തരണമല്ലോ, കല്യാണത്തിനൊന്നും തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് കൊടുത്തു. നിധിക്ക് അത് കൊടുക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് വാങ്ങിക്കുന്ന സമയത്ത് സുനന്ദയുടെയും കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതേ സമയത്ത് സുധീഷ് തന്റെ കയ്യിൽ നിന്ന് വാച്ച് അശ്വിന് കൈമാറുന്നുണ്ട്. ചെറിയൊരു സമ്മാനം, അധികം വലിയ വിലയുടെ ഒന്നുമല്ല, 100-600 രൂപ വരുവോളെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല സുധീഷെ, എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവര് യാത്ര പറയാണ്. സുനന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എല്ലാവരുടെയും യാത്ര പറഞ്ഞു. സുഭാഷേട്ടാ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു. പിന്നീട് നിധിയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സുഭാഷേട്ടനെ നോയിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയിട്ട് തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് സുനന്ദ ആ കാര്യം ഓർക്കുന്ന, അയ്യോ അനുഗ്രഹം മേടിച്ചല്ലോ എന്ന്. ഒരു മിനിറ്റ്, അമ്മാൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് വാന്ന് പറഞ്ഞു. അമ്മാവ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ കാലിലേക്ക് വന്ന് വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും ഭാസ്കരൻ നിൽക്കുക, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ കാലം കൂടി വലിച്ചു. പെട്ടെന്ന് അവർ ഞെട്ടിപ്പോയി. ഇനിയിപ്പം ദേഷ്യമാണെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് ഭാസ്കരൻ പോയി നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് പറഞ്ഞു, അനുഗ്രഹം തരാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ നിലവിളക്കിന്റെ മുന്നിൽ നിന്നാണ് അനുഗ്രഹം കൊടുക്കുന്നത്. അങ്ങനെ ദീർഘായുസോട് കൂടിയിട്ട് നല്ലൊരു ജീവൻ നയിക്കാനായിട്ട് അനുഗ്രഹം കൊടുക്കുകയാണ്. അത് കണ്ടുകഴിഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് പെട്ടെന്ന് തന്നെ ഭാസ്കരൻ നേരെ പോക്കറ്റ് കൈയിട്ട് നോക്കി, എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കണമല്ലോ. കല്യാണത്തിനൊന്നും കൊടുത്തില്ല, പക്ഷെ ഭാസ്കറിന്റെ പോക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് സുഭാഷിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് കുറച്ച് നോട്ട് എടുത്തു. എന്നിട്ട് നിധിക്കും എന്നിട്ട് സുനന്ദയ്ക്കും അശ്വിനും കൊടുക്കുകയാണ്. ആ സമയത്ത് വേണ്ടാന്നൊക്കെ അവർ പറഞ്ഞു, ഇതിരിക്കട്ടെ, കാരണം കല്യാണത്തിന് എനിക്കൊന്നും തരാൻ പറ്റിയില്ല, എൻ്റെ പെങ്ങളുടെ മോളല്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അതൊന്നും സാരില്ല അമ്മാവ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സന്തോഷത്തോടെ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.